നേര്യമംഗലം അടിമാലി റോഡിന്റെ നിർമ്മാണ വിലക്കിനെതിരെ വ്യാഴാഴ്ച നേര്യമംഗലത്ത് ജനകീയ പ്രതിഷേധം ഉയരും. ഹൈവേ സംരക്ഷണ സമിതിയും കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകളും നേര്യമംഗലത്ത് വനം വകുപ്പ് ഓഫീസിലേക്ക് ലോങ് മാർച്ച് നടത്തും. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും. വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും കണ്ണു തുറപ്പിക്കുകയാണ് ലക്ഷ്യം. കൊച്ചി മൂന്നാർ റോഡിലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 15 കിലോമീറ്റർ വനം വകുപ്പിന്റെ അധീനതയിലായതിനാൽ ഇപ്പോൾ നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. റവന്യൂ വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും കൈവശമുള്ള യഥാർത്ഥ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാത്തതിനാലാണ് ഈ വിധിയുണ്ടായതെന്നാണ് ഹൈവേ സംരക്ഷണ സമിതിയുടെ വാദം. വനം വകുപ്പും പരിസ്ഥിതിവാദികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മൂലമാണ് ഹർജി കോടതിയിലെത്തിയതെന്നും ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേശീയപാതയുടെ നിർമ്മാണ വിലക്ക് നീക്കുന്നതിനുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് NH സംരക്ഷണ സമിതി സമരരംഗത്തിറങ്ങിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സഭകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിമാലി മേഖലയിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ അണിനിരത്തിയാണ് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് വ്യാഴാഴ്ച മാർച്ച് നടത്തുന്നത്. നേര്യമംഗലത്ത് പൊതുസമ്മേളനവും നടത്തും. ഇതോടൊപ്പം കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകളും ലോങ് മാർച്ച് നടത്തുന്നുണ്ട്. ആവോലിച്ചാലിൽ നിന്ന് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. GTV ന്യൂസ്, നേര്യമംഗലം.